അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം ദ്വിതീയ സ്കന്ധം 4-ാമത്തെ അധ്യായത്തിൽ 56-ാമത്തെ ശ്ലോകം മുതൽ 69 കൂടിയുള്ള ശ്ലോകങ്ങൾ ഇപ്പോൾ പാരായണം ചെയ്ത് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ഗംഗോവാചാം പുത്രോയം തവ രാജേന്ദ്ര രക്ഷിതശ്ചാഷ്ടമോ വസു ദദാമി തവ ഹസ്തേ തു ഗാംഗേയോയം മഹാതപാം കീർത്തികർത്താ കുലസ്യാസ്യാം ഭവതാ തവ സുവ്രതാം പഠിതസ്ത്വഖിലാൻ വേദാൻ ധനുർവേദം ച ശാശ്വതം വസിഷ്ഠസ്യാശ്രമേ ദിവ്യേ സംസ്ഥിതോയം സുതസ്തവ സർവവിദ്യാ വിധാനജ്ഞ സർവാർത്ഥകുശലശുചി യദ്വേദ ജാമദഗ്ന്യോസൗ തദ്വേദായം സുതസ്തവ ഗൃഹാണ ഗച്ഛ രാജേന്ദ്ര സുഖീ ഭവനരാധിപ ഇത്യുക്ത്വാന്തർദധേ ഗംഗാ ദത്വാ പുത്രം നൃപായ വൈ നൃപതിസ്തു മുദായുക്തോ ബഭൂവാതി സുഖാന്വിത സമാലിംഗ്യ സുതം രാജാ സമാഘ്രായ ച മസ്തകം സമാരോപ്യ രഥേ പുത്രം സ്വപുരം സ പ്രചക്രമേ. ഹരേ ഗത്വാ ഗജാഹ്വയം രാജാ ചകാരോത്സവമുത്തമം ദൈവജ്ഞം ച സമാഹൂയ പപ്രച്ഛ ച ശുഭം ദിനം സമാഹൂയ പ്രജാ സർവാം സചിവാൻ സർവശുഭാൻ യൗവരാജ്യേധ ഗാംഗേയം സ്ഥാപയാമാസ പാർത്ഥിവാം
കൃത്വാ തം യുവരാജാനം പുത്രം സർവഗുണാന്വിതം സുഖമാസ സധർമാത്മാ ന സസ്മാര ച ജാഹ്നവീം. സൂത ഉവാച ഏതദ്വ കഥിതം സർവം കാരണം വ സുശാപജം ഗാംഗേയസ്യ തഥോൽപത്തിം ജാഹ്നവ്യാ സംഭവം തഥാ. ഗംഗാവതരണം പുണ്യം വസൂനാം സംഭവം തഥാ യഃ ശൃണോതി നരപാപാൻ മുച്യത്തെ നാത്ര സംശയ. പുണ്യം പവിത്രമാഖ്യാനം കഥിതം മുനിസത്തമാ യഥാ മയാ ശ്രുതം വ്യാസാൽ പുരാണം വേദസംഹിതം. ശ്രീമദ്ഭാഗവതം പുണ്യം നാനാഖ്യാനകഥാന്വിതം ദ്വൈപായനമുഖോദ്ഭൂതം പഞ്ചലക്ഷണസംയുതം. ശൃണ്വതാം സർവപാപഘ്നം ശുഭദം സുഖദം തഥാ ഇതിഹാസമിമം പുണ്യം കീർത്തിദം മുനിസത്തമാ. ശ്രീ ജഗദംബികായൈ നമഃ. ഇത് ശ്രീമദ്ദേവി ഭാഗവതേ ദ്വിതീയസ്കന്ധേ ചതുർത്ഥോധ്യായ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. ശ്രീമദ്ദേവി ഭാഗവതം ദ്വിതീയസ്കന്ധം 4-ാമത്തെ അധ്യായത്തിൽ 56 മുതൽ 69 വരെയുള്ള ശ്ലോകങ്ങളുടെ പരിഭാഷ ഭാഷാഗാനമായി പാടി സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ഗംഗ പറഞ്ഞു, ഇവൻ തവ പുത്രൻ തന്നെ, ഞാൻ വളർത്തിയ ഗാംഗേയൻ. ഇവനെ അങ്ങയ്ക്കു നൽകാം മഹാതപസ്വി. തവ വംശകീർത്തി വർദ്ധിപ്പിക്കുമിവൻ. സർവവേദം പഠിച്ചവൻ, ശാശ്വതമാം ധനുർവേദവും. വസിഷ്ഠന്റെ ആശ്രമത്തിൽ കഴിയുന്ന അവൻ, സർവവിദ്യകളും പഠിച്ചവൻ, നിർമ്മലൻ താനും. വ്യാമദഗ്നിക്കുള്ളത്രയും ജ്ഞാനമുള്ളവനാണിവൻ. ഇവനെ സ്വീകരിച്ചിടൂ, സുഖമായി വാഴൂ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. പുത്രനെ നൽകിയ ഗംഗ അന്തർധാനം ചെയ്തു. അപ്പോൾ സന്തുഷ്ടനായി സുഖിയായി വാണു രാജാവും. രാജാവു പുത്രനെ ഏറെ സ്നേഹത്തോടെ പുണർന്നല്ലോ. അവനൊപ്പം തേരിലേറി കൊട്ടാരം പൂകി. ഹസ്തിനപുരിയിലെത്തി പുത്രോത്സവം ആഘോഷിച്ചു. ദൈവജ്ഞനോടു ചോദിച്ചു ശുഭദിനത്തെ. മന്ത്രിമാരെ പ്രജകളെ വിളിച്ചു വരുത്തി രാജൻ. മകനെ രാജനു യുവരാജാവുമാക്കി. സർവഗുണങ്ങളും ചേർന്ന പുത്രൻ യുവരാജാവായി. സന്തോഷിച്ചു ഗംഗാ സ്മൃതി ഉണ്ടായതില്ല. അമ്മേ ദേവി, അമ്മേ ദേവി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. സൂതൻ പറഞ്ഞു,
വസുക്കൾ തൻ ശാപകഥ ഗംഗേയന്റെ ഉൽപ്പത്തിയും ഗംഗയുടെ കഥയും ഞാൻ പറഞ്ഞുവല്ലോ. പുണ്യമേറും ഗംഗാ കഥ വസുക്കൾ തൻ ചരിതവും കേൾക്കുന്നവൻ സർവപാപ വിമുക്തനാകും. വേദതുല്യം പവിത്രമാം ഈ പുരാണ കഥ ഞാനും വ്യാസനിൽ നിന്നു കേട്ടപ്പോൾ പറഞ്ഞുവല്ലോ. നാനാകഥാവിസ്തരിതം പുണ്യം വ്യാസമുഖജാവിൽ നിന്നുണർന്ന പഞ്ചലക്ഷണമാം പുരാണം കേൾക്കുന്നോർ തൻ പാപങ്ങളോ നീങ്ങും ശുഭം അതുപോലെ സുഖമേകും ഇതിഹാസം ഞാനും പറഞ്ഞു. കേൾക്കുന്നോർ തൻ പാപങ്ങളോ നീങ്ങും ശുഭം അതുപോലെ സുഖമേകും ഇതിഹാസം ഞാനും പറഞ്ഞു. അമ്മേ ദേവി അമ്മേ ദേവി അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. അമ്മേ ദേവി മഹാമായേ അമ്മേ ലക്ഷ്മി മഹാമായേ അമ്മേ ഭദ്രേ മഹാമായേ അമ്മേ ശരണം. അമ്മേ ദേവി നാരായണ അമ്മേ ലക്ഷ്മി നാരായണ അമ്മേ ഭദ്രേ നാരായണ അമ്മേ ശരണം. അമ്മേ ശരണം ദേവി ശരണം ലക്ഷ്മി ശരണം ഭദ്രേ ശരണം വാണി ശരണം കാളി ശരണം ഭദ്രകാളി ശരണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. നവരാത്രി സംഗീതത്തിൻ്റെ 4ാം ദിവസമായ ഇന്ന് ചോറ്റാനിക്കരമ്മയെക്കുറിച്ച് ഒരു ഗാനം പാടി സമർപ്പിക്കുന്നു. ചേതസ്സിലൊരമ്മ ചോറ്റാനിക്കരയമ്മ. അമ്മ എന്നാലെനിക്കമ്മ ചോറ്റാനിക്കരമ്മ കൽമഷങ്ങൾ നീക്കിടുന്ന നന്മയാണെന്നമ്മ. അമ്മ എന്നാലെനിക്കമ്മ ചോറ്റാനിക്കരമ്മ കൽമഷങ്ങൾ നീക്കിടുന്ന നന്മയാണെന്നമ്മ. അമ്മേ ദേവി നാരായണ അമ്മേ ലക്ഷ്മി ഭദ്രേ അമ്മേ ദേവി നാരായണ അമ്മേ ലക്ഷ്മി ഭദ്രേ. മേക്കാവിലും കീഴ്ക്കാവിലും വാണിടുന്നു അമ്മ മേൽഗതിക്കായി ഭക്തജനം തേടിയിടുന്ന അമ്മ. മേക്കാവിലും കീഴ്ക്കാവിലും വാണിടുന്നു അമ്മ മേൽഗതിക്കായി ഭക്തജനം തേടിയിടുന്ന അമ്മ. അമ്മേ ദേവി നാരായണ അമ്മേ ലക്ഷ്മി ഭദ്രേ അമ്മേ ദേവി നാരായണ അമ്മേ ലക്ഷ്മി ഭദ്രേ. തായേ നിന്നെ കണ്ടു ഞാനും അന്നു പുലർക്കാലേ തൂവെള്ളയാം പട്ടുടുത്തു വാണി ദേവിയായി. തായേ നിന്നെ കണ്ടു ഞാനും അന്നു പുലർക്കാലേ തൂവെള്ളയാം പട്ടുടുത്തു
വാണി ദേവിയായി. അമ്മേ ദേവി നാരായണ അമ്മേ ലക്ഷ്മി ഭദ്രേ. അമ്മേ ദേവി നാരായണ അമ്മേ ലക്ഷ്മി ഭദ്രേ. ലക്ഷ്യമെന്നും നീ മാത്രം താൻ എന്നുറച്ചു ഞാനും. ലക്ഷ്മിയായി നീ ചിരിച്ചു ഉച്ചപൂജാ നേരം. ലക്ഷ്യമെന്നും നീ മാത്രം താൻ എന്നുറച്ചു ഞാനും. ലക്ഷ്മിയായി നീ ചിരിച്ചു ഉച്ചപൂജാ നേരം. അമ്മേ ദേവി നാരായണ അമ്മേ ലക്ഷ്മി ഭദ്രേ. അമ്മേ ദേവി നാരായണ അമ്മേ ലക്ഷ്മി ഭദ്രേ. അത്താഴപ്പൂജ തോഴാനായകത്തെത്തി ഞാനും. അപ്പോഴതാ പാർവതിയായി അമ്മ നിൽപ്പു ഭാഗ്യം. അത്താഴപ്പൂജ തോഴാനായി അകത്തെത്തി ഞാനും. അപ്പോഴതാ പാർവതിയായി അമ്മ നിൽപ്പു ഭാഗ്യം. അമ്മേ ദേവി നാരായണ അമ്മേ ലക്ഷ്മി ഭദ്രേ. അമ്മേ ദേവി നാരായണ അമ്മേ ലക്ഷ്മി ഭദ്രേ. ചെണ്ടമേളം ചെമ്പടയിൽ മുറുകുന്ന കാലം. ചെണ്ടമേളം ചെമ്പടയിൽ മുറുകുന്ന കാലം. മമ ദുഃഖം ഗുരുതിയായി മാതേ നിന്റെ മുന്നിൽ. ചെണ്ടമേളം ചെമ്പടയിൽ മുറുകുന്ന കാലം. മമ ദുഃഖം ഗുരുതിയായി മാതേ നിന്റെ മുന്നിൽ. അമ്മേ ദേവി നാരായണ അമ്മേ ലക്ഷ്മി ഭദ്രേ. അമ്മേ ദേവി നാരായണ അമ്മേ ലക്ഷ്മി ഭദ്രേ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ദേവീ നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവീ ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവീ വാഴുക എൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവീ നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു നാമാംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാനെന്ന അക്ഷരപൂജയായി നമ്മൾ ആരംഭിച്ചിട്ട് ഇന്ന് 123-ാമത്തെ ദിവസം. ഇന്ന് ദേവി ഭാഗവതം ദ്വിതീയ സ്കന്ധത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 56 മുതൽ 69 കൂടിയുള്ള ആ സമർപ്പണ ശ്ലോകങ്ങളാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. ഗംഗാദേവിയുടെ അടുത്ത് ശന്തനു മഹാരാജാവ് ചോദിക്കുകയാണ്, ഈ ശ്രേഷ്ഠനായ ഉണ്ണി ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അവനെ ഉടനെ എനിക്കൊന്ന് കാണിച്ചു തരുമോ എന്ന് പറഞ്ഞപ്പോൾ, ഞാൻ നേരത്തെ കണ്ടു, ഇപ്പോൾ അവനെ കാണാനില്ല. ഗംഗാദേവി പറയുന്ന മറുപടിയോടുകൂടിയാണ് ഇന്ന് നമ്മൾ പ്രഭാഷണം ആരംഭിക്കുന്നത്. ഗംഗ പറയുകയാണ്, പുത്രോയം തവ രാജേന്ദ്ര, ഇത് അങ്ങയുടെ പുത്രനാണ്, ഹേ രാജാവേ രാജേന്ദ്ര. രക്ഷിതാശ്ച അഷ്ടമോ വസു, ഞാൻ രക്ഷിച്ച് വളർത്തിയ 8-ാമത്തെ വസുവാണ് ഇത്. 7 വസുക്കളെ ഞാൻ ശാപത്തിൻ്റെ ഭാഗമായിട്ട് അവരെ ഗംഗയിലേക്ക് ജലത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ഈ 8-ാമനെ ഞാൻ വളർത്തി, ഇപ്പതാ
കൗമാരം കഴിഞ്ഞ് യൗവനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ദദാമി തവഹസ്തേതു, ഞാൻ ഇവനെ അങ്ങയുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. ഗാംഗേയോയം മഹാതപ, ഈ ഗാംഗേയൻ ഗംഗയിൽ നിന്നുണ്ടായവൻ, അതുകൊണ്ട് ഗാംഗേയൻ. ഭാഗവതത്തിൽ അക്രൂരിനെ കുറിച്ച് എന്താ പറയുക? ഗാന്ധിനേയൻ എന്നാണ് പറയുക. ഗാന്ധിനിയുടെ പുത്രൻ. ഇവിടെ ഗംഗയുടെ പുത്രനായതുകൊണ്ട് ഗാംഗേയൻ എന്ന് പറയുന്നു. ഈ ഗാംഗേയൻ മഹാ തപസ്വിയാണ്. കീർത്തികർത്താ കുലസ്യാസ്യ, ഹേ സുവ്രത ഭവതാ തവ സുവ്രത, ഇവൻ അങ്ങയുടെ വംശത്തിൻ്റെ കീർത്തി വർദ്ധിപ്പിക്കും, യാതൊരു സംശയവുമില്ല. സകല വേദങ്ങളും പഠിച്ചിട്ടുണ്ട്. പഠിത അഖിലാൻ വേദാൻ ധനുർവേദം ച ശാശ്വതം, ശാശ്വതമായ ധനുർവേദവും ഇവൻ വേണ്ട പോലെ അഭ്യസിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. വസിഷ്ഠസ്യാശ്രമേ ദിവ്യേ സംസ്ഥിതോയം സുതസ്തവ, അങ്ങയുടെ മകൻ വസിഷ്ഠ മഹർഷിയുടെ ആശ്രമത്തിലാണ് താമസിക്കുന്നത്. സർവവിദ്യാവിധാനജ്ഞ, എല്ലാ വിദ്യകളും പഠിച്ചു കഴിഞ്ഞു. സർവാർത്ഥ കുശല ശുചി, എല്ലാ വിഷയങ്ങളിലും സമർത്ഥനാണ്, ആ കുശലതയുള്ളവനാണ്. അതേപോലെ നിർമ്മലനുമാണ് അങ്ങയുടെ ഈ പുത്രൻ ഗംഗാതനയൻ എന്ന് പറയുന്നു. യദ്വേദ ജാമദഗ്ന്യോസൗ തദ്വേദായം സുതസ്തവ, ജാമദഗ്നിക്ക് സാക്ഷാൽ പരശുരാമന് എത്ര ജ്ഞാനമുണ്ടോ അത്രയും ജ്ഞാനം ഇവനുമുണ്ട്. ഗൃഹാണ ഗച്ഛ രാജേന്ദ്ര സുഖീഭവ നരാധിപ, ഇവനെ അങ്ങ് കൊണ്ടുപോയിക്കോളൂ, സുഖമായിട്ട് ജീവിക്കൂ എന്ന് പറയുന്നു. ഇത്യുക്ത്വാന്തർദധേ ഗംഗ ദത്വാ പുത്രം നൃപായ വൈ, ആ പുത്രനെ രാജാവിന് കൊടുത്തിട്ട് ഗംഗാദേവി അവിടുന്ന് അപ്രത്യക്ഷമായി. നൃപതിസ്തു മുദായുക്തോ ബഭൂവാതി സുഖാന്വിത, രാജാവിന് വലിയ മോദം, വലിയ സന്തോഷമുണ്ടായി. അതേപോലെ തന്നെ സുഖിയായി തീർന്നു. ബഭൂവ അതിസുഖാന്വിത, അതിസുഖിയായിട്ട് തീർന്നു. സമാലിംഗ്യ സുതം രാജ, രാജാവ് തൻ്റെ പുത്രനെ ആലിംഗനം ചെയ്തു. സമാഘ്രായ ച മസ്തകം, ആ നെറ്റിയിൽ മൂർധാവിൽ ചുംബിച്ചു. സമാരോപ്യ രഥേ പുത്രം, തൻ്റെ പുത്രനെ രഥത്തിലേക്ക് കയറ്റി. സ്വപുരം സ പ്രചക്രമേ, തൻ്റെ ആ കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. ഗത്വാ ഗജാഹുയം രാജ ചകാരോത്സവം ഉത്തമം, ഗജാഹുയം എന്ന് പറഞ്ഞാൽ ഹസ്തിനപുരി. ഹസ്തിനപുരിയിൽ എത്തിയിട്ട് അദ്ദേഹം പുത്രോത്സവം വേണ്ട പോലെ കൊണ്ടാടി. ദൈവജ്ഞം ച സമാഹൂയ, ദൈവജ്ഞന്മാരെ ജ്യോതിഷികളെയൊക്കെ വിളിച്ചിട്ട് ശുഭദിനത്തെ പപ്രച്ഛ ശുഭം ദിനം, ആ ശുഭദിനത്തെ ഏറ്റവും നല്ല മുഹൂർത്തം കണ്ടെത്തി. എന്തിനു വേണ്ടിയിട്ടാണ്? യുവരാജാവാക്കാൻ വേണ്ടിയിട്ട്. എല്ലാ പ്രജകളെയും സമാഹൂയ പ്രജാസർവ, എല്ലാവരെയും വിളിച്ചു. സചിവാൻ സർവശ ശുഭാൻ, യോഗ്യന്മാരായിട്ടുള്ള മന്ത്രിമാരെയൊക്കെ വിളിച്ചു. യൗവരാജ്യേധ ഗാംഗേയം, ഗാംഗേയനെ ആ യുവരാജാവായി സ്ഥാപയാമാസ പാർത്ഥിവ, അദ്ദേഹം അഭിഷേകം ചെയ്തു. രാജാവ് യുവരാജാവാക്കി മാറ്റി ആ ഗാംഗേയനെ. കൃത്വാതം യുവരാജാനം പുത്രം സർവഗുണാന്വിതം സുഖമാസ സധർമാത്മാ ന സസ്മാരച ജാഹ്നവീം, എല്ലാ ഗുണങ്ങളും തീർന്ന സർവഗുണാന്വിതാം പുത്രം, ആ പുത്രനെ യുവരാജാവാക്കിയ ആ ധർമാത്മാവ് ന സസ്മാരച ജാഹ്നവീം, ഈ പുത്രൻ്റെ അമ്മയെ ഗംഗാദേവിയെ പിന്നെ ഓർത്തതേയില്ല, സ്മരിച്ചില്ല. സൂതം പറയാണ്, ഏതദ്വക്കഥിതം സർവം കാരണം വ സുശാപജം, വസുക്കളെ ശപിക്കാനുണ്ടായ കാരണം, അതേപോലെ ഗാംഗേയസ്യ തഥോൽപത്തി, ഗാംഗേയൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച്, ജാഹ്നവ്യാ സംഭവം തഥാ, ഗംഗാദേവിയുടെ കഥകളുമൊക്കെ തന്നെ ഞാൻ ഏതദ്വ കഥിതം സർവം, എല്ലാം നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് അതിൻ്റെ ഫലശ്രുതി പറയുകയാണ്, ഗംഗാവതരണം പുണ്യം വസൂനാം സംഭവം തഥാ. ഇവിടെ ഗംഗാവതരണത്തെക്കുറിച്ചും പുണ്യമായ ഗംഗാവതരണത്തെക്കുറിച്ചും വസുക്കളുടെ ചരിത്രവുമൊക്കെ കേൾക്കുന്ന മനുഷ്യൻ, യ ശൃണോതി നരഹ, ആരാണോ കേൾക്കുന്നത്, പാപാൻ മുച്യതയെന്ന് അത്ര സംശയ, പാപങ്ങളിൽ നിന്നൊക്കെ മോചനം നേടും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. പുണ്യം പവിത്രമാഖ്യാനം കഥിതം മുനിസത്തമ യഥാ മയാശ്രുതം വ്യാസാൽ പുരാണം വേദസംഹിതം. മുനിശ്രേഷ്ഠന്മാരെ,
വേദതുല്യമായിരിക്കുന്ന പവിത്രമായ ഈ പുരാണ കഥ ആഖ്യാനത്തെ ഞാനിതാ വേദവ്യാസനിൽ യഥാമയാ ശ്രുതം, ഞാൻ എങ്ങനെയാണോ വ്യാസനിൽ നിന്ന് വ്യാസാത് ശ്രുതം, വ്യാസനിൽ നിന്ന് കേട്ടത് ഈ പുരാണത്തെ, അത് കഥിതം നിങ്ങളുടെ മുമ്പിൽ ഞാനിതാ പറഞ്ഞു കഴിഞ്ഞു. ശ്രീമദ് ഭാഗവതം പുണ്യം നാനാഖ്യാന കഥാന്വിതം ദ്വൈപായന മുഖോദ്ഭൂതം പഞ്ചലക്ഷണ സംയുതം. വളരെയധികം നിരവധിയായിട്ടുള്ള കഥകൾ നിറഞ്ഞ ഉൾക്കൊള്ളുന്ന നാനാഖ്യാന കഥാന്വിതം പുണ്യമേറിയ ദ്വൈപായന മുഖോദ്ഭൂതം, ദ്വൈപായനിൽ നിന്ന് ആ വേദവ്യാസന്റെ മുഖത്ത് നിന്നും ഉത്ഭവിച്ചതായിട്ടുള്ള പഞ്ചലക്ഷണ സംയുതം ശ്രീമദ് ഭാഗവതം, 5 ലക്ഷണങ്ങളോടുകൂടിയ ശ്രീമദ് ഭാഗവതം. ശൃണ്വതാം സർവപാപഘ്നം, കേൾക്കുന്ന ആളുകളുടെ എല്ലാ പാപങ്ങളെയും ഇല്ലാതെയാക്കുന്നതാണ്. ശുഭദം, ശുഭത്തെ നൽകുന്നതാണ്. സുഖദം, സുഖത്തെ നൽകുന്നതാണ്. ഇതിഹാസമിമം പുണ്യം കീർത്തിതം മുനിസത്തമ. അതുകൊണ്ട് പുണ്യമായ ഈ ഇതിഹാസത്തെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു എന്ന് പറയുന്ന ദ്വിതീയ സ്കന്ധത്തിലെ 5-ാമത്തെ അധ്യായം 4-ാമത്തെ അധ്യായത്തിൽ നമ്മൾ 69-ാമത്തെ ശ്ലോകവും പാരായണം ചെയ്ത് സമർപ്പിക്കുന്നു. ഇതി ശ്രീമദ് ദേവീഭാഗവതത്തിലെ 2-ാമത്തെ സ്കന്ധത്തിൽ 4-ാമത്തെ അധ്യായം പൂർത്തിയായി. നാളെ നമ്മൾ 5-ാമത്തെ അധ്യായത്തോടു കൂടിയാണ് ആരംഭിക്കുക. 5-ാമത്തെ അധ്യായത്തിൽ ശന്തനുവും സത്യവതിയും തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ചും എന്തുകൊണ്ടാണ് സത്യവതിയെ ശന്തനു വിവാഹം ചെയ്തത്, ഇതൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ട് എന്ന് പറയുകയാണ്. വ്യാസന്റെ മാതാവായ ഗന്ധവതിയും ശുഭയുമായ സത്യവതിയെ ശന്തനു എങ്ങനെ ഭാര്യയായിട്ട് സ്വീകരിച്ചു എന്നുള്ള കാര്യം അവിടെ ആ ഋഷികളെ സൂതനോട് ചോദിക്കുകയാണ് 3 ശ്ലോകങ്ങളിലൂടെ. അപ്പോൾ സൂതൻ നൽകുന്ന മറുപടിയൊക്കെയാണ് നമുക്ക് നാളെ അനുസ്മരിക്കാനുള്ളത്. ഇപ്പോൾ അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ജഗദംബികായൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ
അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ, ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ അമ്മേ, ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ. തമസോ മാ ജ്യോതിർഗമയ. മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.